അന്താരാഷ്ട്ര അതിർത്തി കടന്നതായി ആരോപിച്ച് BSF ജവാനെ കസ്റ്റഡിയിലെടുത്തു പാകിസ്ഥാൻ. പഞ്ചാബ് അതിർത്തിയിലാണ് സംഭവം. PK സിംഗ് എന്ന സൈനികനെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇരു സേനകളും തമ്മിൽ ജവാന്റെ മോചനത്തിനായി ചർച്ച തുടരുന്നുണ്ട്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടപടികൾ ശക്തമാക്കുന്നതിനിടെ പ്രതിരോധ നീക്കങ്ങൾ തുടങ്ങി പാകിസ്ഥാൻ. ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള വിമാന കമ്പനികൾക്ക് അതിർത്തിയിൽ പ്രവേശനമില്ല. ഇന്ത്യയുമായുള്ള എല്ലാ വ്യാപാരവും നിർത്തിവെച്ചതായി പാകിസ്ഥാൻ. വിവരങ്ങളുമായി സ്വാതി സന്തോഷ് കൂടി ചേരുന്നുണ്ട്. സ്വാതി, ഇന്ത്യ നടപടികൾ കടുപ്പിച്ചതിന് പിന്നാലെയുള്ള പാകിസ്ഥാന്റെ പ്രതികരണം എന്നോണം ഇതിനെ കാണാമോ? വർഷ പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ നയതന്ത്ര നടപടികൾ ശക്തമാക്കിയതിന് പിന്നാലെയാണ് ഇന്ത്യക്കെതിരായ നീക്കങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ത്യൻ വിമാനങ്ങൾക്കായുള്ള വ്യോമാതിർത്തി അടച്ചിടുമെന്ന് പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ട്. അതിർത്തിയിലൂടെ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ഗതാഗതവും തടയുമെന്നും അഡാരി അടച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ നടപടിക്ക് മറുപടിയായി വാഗ അതിർത്തി അടച്ച് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം നിർത്തലാക്കിയതായും പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവച്ചിട്ടുള്ള ഷിംല കരാറിൽ നിന്ന് താൽക്കാലികമായി പിന്മാറുന്നു എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. സിഖ് തീർത്ഥാടകർ ഒഴികെയുള്ള ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിസ താൽക്കാലികമായി നിർത്തിവെച്ചു. അതോടൊപ്പം പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ 48 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ അംഗസംഖ്യ 30 കുറച്ചതിന് പിന്നാലെ തന്നെ ഉപദേഷ്ടാക്കളോടും ഉദ്യോഗസ്ഥരോടും ഏപ്രിൽ 30 മുമ്പ് തന്നെ രാജ്യം വിടണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം സുപ്രധാന സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഇന്ത്യയുടെ നടപടിയെ തള്ളിക്കൊണ്ട് പാകിസ്ഥാൻ രംഗത്തെത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ഉടമ്പടി ഇത്തരത്തിൽ ഏകപക്ഷീയമായി നിർത്തിവെക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ ഇല്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ രാജ്യത്തേക്കുള്ള ജലപ്രവാഹം തടഞ്ഞ ശ്രമത്തെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന തരത്തിലൊരു യുദ്ധ പ്രഖ്യാപനം കൂടിയാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതേസമയം ഈ സംഭവങ്ങളുടെയൊക്കെയും പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ പഞ്ചാബിൽ ഫിറോസ്പൂർ സെക്ടറിൽ ഒരു ജവാനെ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തതായിട്ടുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. അതിർത്തി, അതായത് അന്താരാഷ്ട്ര അതിർത്തി അബദ്ധത്തിൽ കടന്നതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ സൈന്യം പുറത്തുവിടുന്നത്. ഈ സൈനികനെ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് ആണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അതേസമയം ഈ സുരക്ഷിത മോചനത്തിന് വേണ്ടിയിട്ടുള്ള ഫ്ലാഗ് മീറ്റിംഗ് അടക്കം സൈനികരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് പുരോഗമിക്കുകയാണ്. 182ാമത് BSF ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ PK സിംഗ് എന്ന സൈനികനെയാണ് ഇപ്പോൾ ഇന്ത്യ പാക് അതിർത്തിയോട് ചേർന്നുള്ള കൃഷിയിടത്തിന് സമീപം ഡ്യൂട്ടിയിലിരിക്കെ ഇങ്ങനെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. പതിവിൽ നിന്നും വ്യത്യസ്തമായ അതിർത്തി അശ്രദ്ധമായി കടന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച മോചനം സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സിംഗ് ഡ്യൂട്ടിയിലായതുകൊണ്ട് തന്നെ യൂണിഫോമിലായിരുന്നു. സർവീസ് റൈഫിളും അതോടൊപ്പം കൈവശമുണ്ട്. ഇത് സംബന്ധിച്ച മോചനം സംബന്ധിച്ച ചർച്ചകൾ ഇതിനോടകം തന്നെ പുരോഗമിക്കുകയാണ്. വർഷ, സ്വാതി, ഇദ്ദേഹത്തെ മോചിപ്പിക്കാനുള്ള ചർച്ചകൾ അത് അനുകൂലമായി തന്നെയാണോ തുടരുന്നതോ എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ ഈ ചർച്ചകളിൽ തുടരുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരമുണ്ടോ? സാധാരണഗതിയിൽ ഇത്തരം സൈനികരോ സാധാരണക്കാരോ ഒക്കെയും ഈ അതിർത്തി കടക്കുന്നത് അസാധാരണമായ ഒരു സംഭവമല്ല. സാധാരണ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുള്ള കാര്യമാണ് സൈന്യം വ്യക്തമാക്കുന്നത്. സൈനിക പ്രോട്ടോകോളുകൾ വഴിയാണ് സാധാരണ ഈ മോചനം ആവശ്യപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഫ്ലാഗ് മീറ്റിംഗ് ഉൾപ്പെടെയുള്ള ഈ സൈനിക നടപടികളുടെ ഭാഗമായുള്ള ഒരു യോഗം നടക്കുന്നത്. അത്തരത്തിൽ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും തടവുകാരെ തിരിച്ചയക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി ബന്ധത്തിൽ വലിയ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പെഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള സങ്കീർണതകൾ ഉള്ളതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു മോചനവുമായി ബന്ധപ്പെട്ട് വലിയൊരു സങ്കീർണത ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ ശക്തമായ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നടപടിക്രമങ്ങൾ കടുപ്പിക്കുകയും പ്രതിരോധങ്ങൾ കടുപ്പിക്കുകയും ചെയ്തൊരു സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്നിരുന്നാലും ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായൊന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കുന്നത്. അതാണ് സ്വാതി, ഈ 1960 മുതലുള്ള സിന്ധു നദീജല കരാർ അടിയന്തരമായി മരവിപ്പിച്ചതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇന്ത്യ കടക്കുമ്പോൾ അത് പാകിസ്ഥാനെ ഏറെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പാകിസ്ഥാന്റെ തുടർ നടപടികൾ, നീക്കങ്ങൾ അതെങ്ങനെ? വർഷ, ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ നേരത്തെ തന്നെ ഈ കരാർ ഉൾപ്പെടെ സിന്ധു നദീജല കരാർ ഉൾപ്പെടെ റദ്ദാക്കുന്ന സാഹചര്യം വരുമ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു നീക്കം പ്രതീക്ഷിച്ചത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സൈനിക നീക്കങ്ങൾ വ്യക്തമായി തന്നെ ഇതിനെതിരെ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും നിരീക്ഷിച്ചു വരികയാണ് സൈന്യം. എന്നാൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഈ അതിർത്തികളടക്കം അടച്ചുപൂട്ടിക്കൊണ്ട് വ്യാപാര കരാറൊക്കെയും നിർത്തലാക്കിക്കൊണ്ടുള്ള വ്യാപാര ബന്ധം പൂർണ്ണമായും നിലയ്ക്കുന്ന തരത്തിലേക്കുള്ള നടപടികളാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉയരുന്നത്. അതോടൊപ്പം തന്നെ ഈ വ്യോമ അതിർത്തി അടയ്ക്കുന്നത് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് അവിടേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ളതും ഇപ്പോൾ പാകിസ്ഥാൻ അവരുടെ
പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ന് നടന്നിട്ടുള്ള സുരക്ഷാ സേനയുമായി ബന്ധപ്പെട്ട് തന്നെ പാകിസ്ഥാനിൽ നടന്നിട്ടുള്ള ചർച്ചയുടെ നിർണായക യോഗത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഉൾപ്പെടെയുള്ള അവരുടെ അധ്യക്ഷതയിൽ ചേർന്ന ദേശീയ സുരക്ഷാ സമിതി യോഗത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു നിർണായക തീരുമാനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. മാത്രമല്ല, ഇന്ത്യ ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെയും ശക്തമാക്കിയതിന് പിന്നാലെ അതിനെ പ്രതിരോധിക്കുന്നതിലുള്ള ഭയം കൊണ്ടാണ് ഇത്തരത്തിൽ പുതിയ ഈ നടപടികൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ആരോപണങ്ങൾ ചില മാധ്യമങ്ങളിലടക്കം ഉയരുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രതിരോധത്തിന്റെ ഭാഗമായി നേരത്തെ തന്നെ അറബിക്കടൽ പാക് തീരത്തോട് ചേർന്നുകൊണ്ട് നാവിക അഭ്യാസമടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ. അതോടൊപ്പം മിസൈൽ പരീക്ഷണത്തിനും ശ്രമം തുടങ്ങിയതായുള്ള വാർത്തകളൊക്കെയും പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഈ അതിർത്തികളോട് ചേർന്ന് താമസിക്കുന്ന പ്രദേശവാസികളോട് അവിടെ നിന്നും ഒഴിയണമെന്ന നിർദ്ദേശമൊക്കെയും പാകിസ്ഥാൻ നൽകിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ നടപടികൾ പ്രഖ്യാപനമായി പുറത്തുവരുന്നത്. ശരി, സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചതിന് പിന്നാലെ പാകിസ്ഥാനും അതിൻ്റെതായ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഒരു BSF ജവാനാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായിട്ടുള്ളത്. ഇപ്പോൾ ബന്ധിമോചന ചർച്ചകളെല്ലാം തുടരുകയാണ്. വിവരങ്ങളാണ് സ്വാതി സന്തോഷ് നൽകിയത്.